വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല. കാരണം എനിക്ക് അറിയില്ല ചേച്ചി പറ. എല്ലുള്ള മസാല ദോശ ഉണ്ടാവില്ല. ഇപ്പൊ രാവിലെ മിമ്മ് കഴിച്ച മസാല ദോശയിൽ എല്ലുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും കിട്ടിയില്ല പറഞ്ഞില്ലേ. എന്റെ വെള്ള പാവടയിൽ ഫുള്ള് ചളി തന്നു. ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും. അയ്യോ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ക്ലൂ ഇല്ല. മീൻ എങ്ങനെ കിട്ടണേ? എങ്ങനെ കിട്ടാ? എവിടുന്ന കിട്ടാ? ആണടിക്കേ കഷ്ടപ്പെട്ടത് വെറുതെ. മുട്ടാണ് ഇങ്ങനെ മുട്ടുന്ന. 2, 3 സ്റ്റാർട്ട്. നമ്മുടെ സുന്ദരിയാണിത്. ഇപ്പൊ നമ്മുടെ സുന്ദരി ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ. സോ ഇന്ന് നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അതിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ മിമ്മൂസ് ആണ്. നമുക്ക് ആദ്യം തന്നെ മിമ്മൂസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണ് നമ്മുടെ മിമ്മൂസിനെ ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ ക്രിസ്മസിനാണ് ആദ്യം ഇൻ്റർവ്യൂ എടുത്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. അതിന് മുന്നേ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. യെസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കണ്ടിച്ചെന്ത് പറഞ്ഞു? എല്ലാവരും കണ്ട്. കൂടുതലെന്ന് വെച്ചാൽ ഇതൊക്കെ ഷോർട്സ് വീഡിയോസ് ഈ കുറേ പേര് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഷോർട്സിൽ അടിയിൽ നോക്കുമ്പോൾ കുറേ പേര് ചെയ്തിട്ടുണ്ട്. അത് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എനിക്ക് എന്തേലും അങ്ങനെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ചേച്ചി ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോ എഴുന്നേറ്റ് പോയില്ലേ, അതായിരുന്നു കൂടുതൽ. പിന്നെ ഞാൻ ഒരു ആൻസർ എന്താ പറഞ്ഞപ്പോ എന്റെ കണ്ണിൽ കൂടെ തീ പറക്കണതൊക്കെ അതൊക്കെ ഉണ്ട്. അത് എഡിറ്ററിന്റെ കഴിവാ. ഓക്കെ, നമുക്ക് ഇപ്പൊ ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. മിമ്മൂസിന്റെ ഓണം വിശേഷങ്ങളൊക്കെ എന്താണ്? ഓണം വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ഉണ്ടല്ലോ. എൻ്റെ ഒരു സിനിമ റിലീസായിരുന്നു, സംഭവ സ്ഥലത്ത് നിന്ന പേര്. അപ്പൊ അത് റിലീസായിരുന്നു. എങ്ങനെയുണ്ട്? റിവ്യൂസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലായിരുന്നു, എല്ലാവരും പറഞ്ഞു. നല്ല ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ മിമ്മൂസ് എങ്ങനെയാണ് നോർമലി ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ, അത്തപ്പൂട്ട് അമ്പലത്തിൽ പോയി അത്തപ്പൂട്ട്. കഴിഞ്ഞ വർഷം എൻ്റെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ വന്ന് പിന്നെ ഞങ്ങള് ഈ സൈക്കിളൊക്കെ ചവിട്ടാൻ പോയി. അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ. ഓണക്കോടിയൊക്കെ വാങ്ങിത്തരില്ലേ? ഓണക്കോടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് 2 ഓണക്കോടി എടുത്ത്, പിന്നെ വേറെ കുറെ ഓൾറെഡി എടുത്തു കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഓണക്കോടിയൊക്കെ എടുത്ത് അങ്ങനെ എടുത്തേക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുസൃതി ചോദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ വട്ടത്തെ ഓർമ്മ ഉണ്ടോ? അല്ല, അത് കുഴപ്പമില്ല. എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. നമ്മള് കുസൃതി ചോദ്യ റൗണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുസൃതി ചോദ്യമായിരിക്കും. പിന്നെ ഇങ്ങനെ കുറച്ച് ചിന്തിച്ചിട്ടൊക്കെ അങ്ങനെ അങ്ങനെ മണ്ടത്തരായിരിക്കും. ഓക്കെ, ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല. കാരണം റെസ്റ്റോറൻറ്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശ തീർന്നിട്ടുണ്ട്. അതല്ല അതിന്റെ ഉത്തരം. എനിക്കറിയില്ല. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം, ഓരോ വേർഡും ശ്രദ്ധിച്ച് കേൾക്കണം. ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല. കാരണം ഒരു റെസ്റ്റോറൻറ്റിലല്ലായിരിക്കും എല്ലാവരും കയറി, പല പല റെസ്റ്റോറൻറ്റിലായിരിക്കും. എനിക്കറിയില്ല ചേച്ചി പറ. എല്ലുള്ള മസാല ദോശ ഉണ്ടാവില്ല. ഇപ്പൊ രാവിലെ മിമ്മ് കഴിച്ച മസാല ദോശയിൽ എല്ലുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലായോ? എല്ലാവർക്കും കിട്ടിയില്ല പറഞ്ഞില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലാന്ന്. എൻ്റെ വെള്ള പാവടയിൽ ഫുള്ള് ചളി തെറിച്ചു. ഇവിടെ സോപ്പ് വല്ലതും ഉണ്ടോ കഴുകാൻ?
ഞാൻ പറഞ്ഞില്ലേ കുസൃതി ചോദ്യം അങ്ങനെയാണ്. അല്ലാത്ത ചോദ്യം. എന്നാ ഞാൻ വലിയ മറ്റേ GK ചോദിക്കണം. ഇപ്പൊ തൽക്കാലം എൻ്റെ അടുത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേഹം മുഴുവൻ മുള്ള്, തലയിൽ മാത്രം കിരീടം. ദേഹം മുഴുവൻ മുള്ള്. മീനാ? മീനിന്റെ തലയിൽ എവിടെ കിരീടം? ഫ്രൂട്ടാണോ? ആ അടുത്തെത്തി. ചൂട് 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 അടുത്തെത്തി അടുത്തെത്തി. ചക്ക. ചക്കല്ല ചക്കല്ല. ഞാൻ വിചാരിച്ചു പറഞ്ഞു. എനിക്കറിയാണ ഫ്രൂട്ടാ. ചിക്കു. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക്. കിവിയാണോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക്. മേത്ത് മൊത്തം മുള്ള്, തലയില് കിരീടോ. മുന്തിരിങ്ങ. ഞാൻ മുന്തിരിങ്ങക്ക് ചൂരല്ലെവിടെ? ഓക്കെ, ഒരു ആ അല്ല അത് പറഞ്ഞ പെട്ടെന്ന് കിട്ടും. കളർ പറയാം ഫ്രൂട്ടിന്റെ. യെല്ലോ. മാംഗോ. നമുക്ക് തോറ്റില്ലേ? ഇല്ല. ഇല്ലേ? അയ്യോ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണോ? എന്തുവാ? ആ പറ. തോറ്റാ? പൈനാപ്പിൾ. എനിക്ക് പൈനാപ്പിൾ ഇഷ്ടമല്ല. പുളിയില്ലാത്ത ഇഷ്ടം. പുളിയില്ലാത്ത പൈനാപ്പിളാ? ആ പുളിയില്ലാത്ത മധുരമുള്ള പൈനാപ്പിൾ എന്താ ഇവിടെ ഇല്ലേ? മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആണേ. ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കും, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും. അയ്യോ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. സിമ്പിൾ. അത് അറിയില്ല. ക്ലൂ ഇല്ല. സിമ്പിളാ ഇല്ല. എനിക്കറിയില്ല, പറ. എന്നാ പിന്നെ ഇതെടുത്തോ. ക്ലൂ വേണ്ട, വേറെ എന്തെങ്കിലും വരാം. ഓക്കെ, ഒരു ക്ലൂ തരാം. ഫിഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മീൻ എങ്ങനെ കിട്ടണേ? എങ്ങനെ കിട്ടാ? എവിടുന്ന കിട്ടാ? ചന്തേന്ന്. ഓക്കെ, സോറി. ഓക്കെ, ചന്തയിൽ. അപ്പൊ ചന്തയിൽ എങ്ങനെയാ മീൻ എത്തുന്നേ? ചന്തയിൽ നമ്മൾ കൈ കൊണ്ട് കൊണ്ടുവരണം, എന്നാലല്ലേ മീനെടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്താണ് ലോജിക്കില്ലാതെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? കുറച്ച് ദിവസമായിട്ട് ഈ പിള്ളേരൊക്കെ എന്നെ ടോക്കാണ്. ഓക്കെ, കൈ കൊണ്ടെടുത്ത് കൊണ്ടുവരും. പക്ഷെ ഈ മീൻ വളരുന്നത് എവിടെയാ? കുളത്തിൽ. അവിടെ നിന്ന് ഇങ്ങനെ കൈയിട്ട് പിടിക്കൂ? കൈയിട്ട് പിടിക്കത്തില്ല, ചൂണ്ടിട്ട് പിടിക്കും. ചൂണ്ടയിട്ടിട്ടല്ല. അപ്പൊ വലിയ കടലിൽ നിന്നൊക്കെ എങ്ങനെയാ മീൻ പിടിക്കുന്നേ? കടലിൽ നിന്നൊക്കെ ഒരു തോർത്തെടുത്തിട്ട് പിടിക്കും. തോർത്തെടുത്തിട്ടാ? തോർത്തല്ല, തൊട്ടേന്നൊക്കെ. അല്ല, കൊറേ മീൻ പിടിക്കണ കൊട്ടേ കൊള്ളൂല. കൊറേ മീൻ പിടിക്കാൻ ഇത്രയും പറഞ്ഞ ഉത്തരം പറഞ്ഞതാ. വലിയ നെറ്റാ. മനസ്സിലായ? ആൻസർ പിന്നെ ആൻസർ പറയുന്ന വലയൊന്നല്ല ഞാൻ പറഞ്ഞത്. നെറ്റ് എന്ന വലയുടെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടാ, എന്നാലേ അത് കറക്റ്റ് ചോദ്യം. വലയുടെ അർത്ഥം ഇങ്ങനെയുള്ള ഒരു തുണി, അതിൽ കുറെ ഓട്ട ഉണ്ടാവും, അതാണ് വല. അതിങ്ങനെ ഇടുന്ന സമയത്ത് മീൻ അതിലേക്ക് വീഴും. ഓട്ട എന്താ? ഹോള് അല്ല, കുഴി. ഇതാണ് ഞാൻ പറഞ്ഞ വല്ലപ്പോഴും സ്കൂളിൽ പോണെന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുഴിന്നാ പറയുന്നത്. ഇല്ലേ അമ്മ? കുഴിന്നല്ലേ പറയുന്നത്. അതെന്തെങ്കിലും ഡ്രസ്സൊക്കെ കുഴിയൊക്കെ ഉള്ള ഡ്രസ്സ്. നെറ്റിന്റെ ഡ്രസ്സിന് നെറ്റെന്നൊക്കെ പറയല്ല. അത് ഈ ഓട്ടാന്നൊന്നും പറയാറില്ല. ഓട്ടയെന്ന് വെച്ചാൽ ഡ്രസ്സിന് കീറി വന്ന് എന്ത് പറയും? ഡ്രസ്സിന് കുഴി വന്നെന്ന് പറയോ? ആ ഡ്രസ്സിന് ഇത് വന്നെന്ന് പറയും, പോയിന്ന് പറയും. അതന്നെ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. എന്തെന്നാണ് നമുക്ക് ഇതെന്തോ ചേച്ചിക്ക് എന്തൊക്കെയോ പറ്റിയുണ്ടോ? കൊറേ ചോദ്യം. ഒരു ആൺപൂച്ചയും ഒരു പെൺപൂച്ചയും കണ്ടുമുട്ടി. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട് പെൺപൂച്ച ആൺപൂച്ചയുടെ ചെവിയിൽ സ്നേഹപൂർവ്വം ഒരു കാര്യം മന്ത്രിച്ചു. എന്തായിരിക്കും പെൺപൂച്ച പറഞ്ഞത്? കല്യാണം കഴിക്കണം എന്നായിരിക്കും. അത് ബാക്കിൽ നിന്ന് കേട്ട്. ആൻസർ അതാ, മാവു. ഇനി കുറച്ച് സിമ്പിൾ ടപ്പട്ടപ്പാന്ന് ഉത്തരം പറയണേ. ഞാൻ ചോദിക്കുന്നതിന് ടപ്പട്ടപ്പാന്ന് പറയണമെന്നല്ല. ഓക്കെ, ഒരിക്കലും കായ്ക്കാത്ത മരം. ഒരിക്കലും കായ്ക്കാത്ത മരം. കായ്ക്കാത്ത മരം, വളരാത്ത ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവാത്ത. ഞാൻ 5 10 വരെ ഉണ്ണുവേ. 1. എനിക്കറിയോ?
2 പ്ലീസ് 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 അങ്ങനെ പറയാനാന്ന് പറയുന്നത്. ടെൻഷൻ ആവുക എന്നാ കുഴപ്പമില്ല. 4 5 വരൂ. 5 മരോ. ചമ്പരു. 6 ചെമ്പരത്തിയാ. 7 8 എനിക്ക് അറിയത്തില്ല. പ്ലീസ് 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 നല്ല ചേച്ചി നല്ല ചേച്ചി. എന്നാ പിന്നെ മിണ്ടാതിരിക്കാം. താമരം. താമരോ. പിന്നെ സിനിമയുടെ പേര് പറയാ ഭ്രമരം. ഭ്രമരം അല്ല സമരം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറക്കാൻ കഴിയാത്ത കിളി. പെട്ടെന്ന് സ്പോണ്ടേനിയസ്. കിളി കിളി. പറക്കാൻ പറ്റാത്ത കിളി. ഇക്കിളി. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം. പെയിൻ അങ്ങനെ എന്തൊരു സാധനമുണ്ട്. പെയിൻ 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 കില്ലറാ. ആ വേദന കളയാൻ വേണ്ടിട്ട് നമ്മൾ പെയിൻ കില്ലറാ ഉപയോഗിക്കാം. പെയിൻ. രാജ്യം രാജ്യം രാജ്യം. പെയിനർ. പെയിൻ എന്ന രാജ്യമില്ല. അടുത്തടുത്ത്. പെയിൻ. ഇല്ല. അയ്യോ എനിക്ക് അറിയാം പക്ഷെ പെയിൻ ആണ് തുടക്കം. ആ ഇല്ല. ഓക്കെ പെയിന്റെ മുന്നിൽ ഒരു ഒറ്റ ലെറ്റർ ഉണ്ട്. പെയിൻ. ഒക്കെ പെയിൻ. ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ വിടണ കുട്ടീനത്. ഇതൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുക. ആ രാജ്യങ്ങളുടെ പേര് പഠിപ്പിക്കൂലേ. രാജ്യങ്ങളുടെ പേര് ഇത്രയൊന്നും ആയിട്ടില്ല. ഇവിടെ കത്തി കൊടുവാളൊന്നും ഇല്ലല്ലോ. സ്പൈനാ. ആ സ്പെയിൻ. സ്പൈൻ അല്ല സ്പെയിൻ. ഓക്കെ ഓക്കെ നെക്സ്റ്റ്. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്താണ്? അല്ല തായ. സുഖത്തിലും. അയ്യോ 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 എനിക്ക് അറിയാം. ഇതെന്തിനാ? സുഖത്തിലും ദുഃഖത്തിൽ. ആ അത് ശരിയാണ് പക്ഷെ അങ്ങനെയല്ല. സുഖം ദുഃഖം. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്താണ്? ദായാണോ അത്? സുഖത്തിൽ. ആ അതും വേണമെങ്കിൽ. നെക്സ്റ്റ് കാണാൻ പറ്റാത്ത നാവ്. കാണാൻ പറ്റാത്ത നാവ്. പറഞ്ഞ കറക്റ്റാ. അല്ല കിനാവ് കറക്റ്റ് ആണ്. കിനാവ്. നാവല്ല ചേച്ചി. കിനാവ് എഴുത് എന്നിട്ട് ആ കീ മാറ്റി അപ്പൊ നാവ് വരും. നെക്സ്റ്റ് കയറാൻ പറ്റാത്ത കാർ. മഴക്കാർ. പക്ഷെ ഇതൊന്നും എടുക്കണ്ടായിരുന്നു. അപ്പോട്ടെ. ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ. ഇച്ചിരി ടഫാ. തയ്യൽക്കാരൻ. ഓക്കെ 28 ദിവസങ്ങളുള്ള മാസം. ഫെബ്രുവരി. എന്താ ബാക്കി മാസം 28 ദിവസം ഉണ്ടാവില്ലേ? എല്ലാ മാസവും. ഓക്കെ എഴുതാൻ പറ്റുന്ന ഡ്രസ്. അഡ്രസ്. ഓക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സല്ല ഇടാൻ പറ്റാത്ത ഡ്രസ്. എഴുതാൻ പറ്റുന്ന ഡ്രസ്സാണ് ഞാൻ ചോദിച്ചേ. എഴുതാൻ. എന്റെ കയ്യിലുള്ളത് കഴിഞ്ഞു. ഇങ്ങോട്ട് വല്ലതും ഉണ്ടാ? നമ്മൾ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധാണ്. ഒരെണ്ണുണ്ട്. ശരി മലയാളം ടെക്സ്റ്റ് ബുക്കില്ല. പറഞ്ഞു. മലയാളം ടെക്സ്റ്റ് ബുക്കിലെ കാര്യം മാത്രമേ അറിയുള്ളൂ. കടങ്കഥകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. 18ാമത്തെ എന്തോ ചാപ്റ്റർ. അതില് ഉള്ള ചോദ്യമാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാ. അത് ഇങ്ങനെ പഠിക്കണമെന്ന് തോന്നുന്നു. ഒരു ബുക്കിൽ ഒരു ഷീറ്റ് അതിൽ മേലെ ഇതാണ്. അങ്ങനെയാണ് പഠിക്കണേ. അല്ല ഇത്ര കോളം ഉണ്ട്. ഒരു ബുക്കിൽ ഇത്ര കോളം ഉണ്ട്. അതിൽ ഫസ്റ്റ് കോളം ഇങ്ങനെ. അങ്ങനെയാണ് പഠിക്കണേ. ഓക്കെ. രാത്രി പറയാതെ വരും, രാവിലെ കാണാതെ പോവും. ചന്ദ്രൻ. അപ്പൊ കുസൃതി ചോദ്യ റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. നമുക്ക് അതിന് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ട് ദംഷഡാറ്റ്സ്. ഓക്കെ. അപ്പം ഞാനല്ല ഇപ്രാവശ്യം മിമ്മൂസ് കാണിക്കും. മിമ്മൂസ് കാണിച്ചിട്ട് ഞാനത് പറയും. ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയായാലും കുഴപ്പമില്ല. 24 or 7. അങ്ങനെ ഒരു സിനിമയില്ലേ? ഏതാ അയ്യോ ഏതാ എന്നോട് ചോദിക്കണ പറഞ്ഞാ വേണ്ട. ബൈ ബൈ. ഇല്ല. മേലെയാ ആകാശം. 3 വേർഡ് ഉണ്ടാ? ഇത് മലയാളം, ഇത് ഇംഗ്ലീഷ്. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. ആകാശല്ലേ? മാ തുടങ്ങുന്നതാണോ?
മഴവില്ലാണോ? മാ അല്ല ഒരു ഇതാ. അല്ല ഒരു ഇതാണ്. ഹായ്. ഇതില്ല, വേറെ കാണിക്ക്. തോറ്റ. ഇത് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും കാണിക്കുന്ന? എത്ര വേർഡ്? ഒരു വേർഡാ? രണ്ട് വേർഡ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ കാണിക്കുന്നത് ആദ്യത്തെ വേർഡ്. സെക്കൻഡ് വേർഡ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ. വീട്. വീട് വീട് വീട്. വീടിന്റെ വേറെയാണോ? വീടിന്റെ വേറെ. ഹൗസ് അല്ല. വീടിന്റെ വേറെ ഗൃഹം. വീടിന്റെ വേറെ എന്താ? തോറ്റ. ഇല്ല, പറഞ്ഞോ. പറഞ്ഞോ. കൊട്ടാരം പറഞ്ഞോ. ഇല്ല, പറഞ്ഞിട്ടില്ല. പറ. എന്നെ സഹായിക്കാൻ ആൾക്കാരില്ല. ഇങ്ങനെ ആക്കിയോണ്ട് മനസ്സിലായാണ്. പറ. വലിയ കൊട്ടാരം. വലിയ വീട്, കൊട്ടാരം. കൊട്ടാരം. സെക്കൻഡ് വേർഡ് കൊട്ടാരാണ്. ഓക്കെ. തോറ്റ. ഇല്ല. ഇത് മാനത്തെ കൊട്ടാരം. അയ്യോ, എനിക്കറിയില്ല. പഴയ സിനിമ. ഞാൻ തോറ്റ് ഗൈസ്. കൊറേ നേരെ ഓങ്ങി വെച്ചിട്ട് ഞാനൊരു അവസരം കിട്ടാൻ കാത്തു നിൽക്കായിരുന്നു. ഇതിപ്പോ എന്താ ചെയ്യാ? സമയമില്ല, പെട്ടെന്നാവട്ടെ. അയ്യോ, ഇപ്പൊ എന്ത് ടാസ്ക് കൊടുക്ക? ആരേലും ഒരു ക്ലൂ തരും. അത് മാത്രം ഞാൻ പാടൂല. ഇല്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കാം അടുത്ത. എന്നിട്ട് ഓക്കെ, ആര് ജയിക്കണേ അങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്ത ഞാൻ കാണിക്കാം. കുഞ്ഞ്. അനിയൻ ബാബ ചേട്ടൻ മാവേ. ഇതാ സിനിമേന്റെ പേര് പറഞ്ഞ ഞാൻ എണ്ണത്ത് കൂട്ടുട്ടോ. 3 സിനിമ പറയാൻ പാടുള്ളൂ. എന്റെ അടുത്ത് ചേച്ചി കൊറേ പറഞ്ഞില്ലേ? എന്റെ അടുത്ത് കൊറേ പറഞ്ഞേ. എന്റെ അടുത്ത് കൊറേ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞേ? ചേച്ചി എന്തോ മായ അതൊക്കെ പറഞ്ഞു, കൊറേ പറഞ്ഞു. മായ അതൊന്നും സിനിമന്റെ പേരല്ല. അതൊന്നും പറ്റൂല. കുഞ്ഞ്. വേറെ. അയ്യോ സോറി. കുഞ്ഞ്, ചോട്ട, ബേബി. തീർന്നു, ഇപ്പൊ കിട്ടും. വാവ. വാവയുടെ വേറെയാ. ചോട്ട. ചോട്ട. അയ്യോ, ഇതെനിക്ക് അറിയാം. മറ്റേ ഒരു ലാലേട്ടന്റെ സിനിമയാണെങ്കിൽ ഇത് അറിയാം. ചോട്ട മുംബൈ. കാണിക്കാട് അതില്ല. താങ്ക്സ്. മതി. വെളിച്ചപ്പാടാണ്. കുലിക്കേ, ആണടിക്കേ, മുട്ടാണ്. ഇങ്ങനെ മുട്ടുന്ന. പിന്നെ ഇതെന്താണ്? നിങ്ങൾ കമന്റ്. ഇതെന്താ സാധനം? ഹലോ, ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല. അങ്ങനെയല്ലേ ചേട്ടൻ മണി അടിക്കുക? അമ്പലത്തിലൊക്കെ മണി അടിക്കുക എങ്ങനെയാ ചേച്ചി? അമ്പലത്തിലൊന്നും ഇല്ല, ഞാൻ നിരീശ്വരാദ്യം. മണി. എത്ര വേർഡുണ്ട്? 3 വേർഡുണ്ട്. ഫസ്റ്റ് ആണ് മടി. മൺചിത്ര താഴ് മുൻസിനെ കണ്ടിട്ടാണ്. എത്ര കഷ്ടം. ആട് ജീവിതമാ. സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇനി പണിഷ്മെന്റ്. ആര് ജയിച്ച്? ഞാൻ തോറ്റ്. ഞാൻ ജയിച്ച്. ചേച്ചിക്കുള്ള ടാസ്ക്. ചേച്ചി ആടിനെ പറ്റി ഇപ്പൊ പറഞ്ഞില്ലേ? ആടിനെ പറ്റി പറയണോ? അതല്ല, ആടിനെ പറ്റി പറഞ്ഞില്ലേ? ആടിനെ പറ്റി പറഞ്ഞു. അത് 5 പ്രാവശ്യം ചെയ്യണം. പിന്നെ ലിസ്റ്റാ ഒറ്റൊന്ന്. അല്ല, അത് പറ്റില്ല. ടാസ്ക് ആകുമ്പോ അങ്ങനെയൊക്കെ അല്ലേ. 5 പ്രാവശ്യം ആടിന്റെ ശബ്ദം ഉണ്ടാക്കണം. തിരിച്ചെനിക്ക് പറ്റുന്നുണ്ട്. പൂച്ചേന്റെ സൗണ്ട് 4 പ്രാവശ്യം ഉണ്ടാക്കണം. കഴിഞ്ഞ ഇനി പട്ടീനെ വേണം. എന്നാ പട്ടി അല്ല, കോഴിയോട് ഇരിക്കട്ടെ. ചെയ്തോ? കോഴി 5 പ്രാവശ്യം. കോഴി സൗണ്ട് ഉണ്ടാക്കൂല.
കൊക്കൊക്കെ ഒന്നും ഉണ്ടാക്കും. ഇല്ലെങ്കിൽ വേണ്ട, പൂച്ചയും ഇത് മാത്രം മതി. ആടിന് 5 പ്രാവശ്യം ഒന്നും വേണ്ട, 2 പ്രാവശ്യം. അല്ല, എല്ലാം 2 പ്രാവശ്യം മതി. അത് 2 പ്രാവശ്യം, ഇനി 1 പ്രാവശ്യം കൂടെ വേണം. ഇനി പൂച്ച. എന്തൊക്കെ ചെയ്യണം. ഓണം എന്ന് പറഞ്ഞാ എന്താന്നറിയോ? മാവേലി വരണം. മാവേലി വരുന്നതാണ് ഓണം. മാവേലി വീട്ടിൽ വന്നിട്ടുണ്ടാ? വീട്ടില് മാവേലി വന്നിട്ടില്ല. മാവേലി ക്രിസ്മസിനൊക്കെ നമുക്ക് സാന്റാക്ലോസ് ഒക്കെ വന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ തരില്ലേ? ആ, ഗിഫ്റ്റ് ആണ്. പക്ഷെ മാവേലി ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. മാവേലിയുടെ വേഷം കെട്ടുന്ന ആർക്കും അറിയത്തില്ല. ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേനും ഈ ഉദ്ഘാടനത്തിന് കഴിഞ്ഞ ദിവസം ഓണത്തിന് ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോഴത്തേനും ഈ മാവേലിന്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഞങ്ങനെ ഒറിജിനൽ മാവേലി വന്നിട്ട് അങ്ങനെ ഒന്നും പറയലൊന്നുമില്ല. ഹാപ്പി ഓണം. ഒറിജിനൽ മാവേലി എൻ്റെ വീട്ടിലാ? പിന്നെ എല്ലാ പ്രാവശ്യവും വരും. അന്ന് സദ്യ കൊണ്ട് പൂവൊക്കെ ഇട്ടിട്ട പോലെ. ഓ, എന്തൊരു വലിച്ച കഥ. ചരിത്രം ആവർത്തിക്കരുത്. ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഗെയിംസിലേക്ക് പോവാം. ഓണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗെയിംസ് ആണ്. ബ്ലൈൻഡ് ടെസ്റ്റ് ആണ്. കളിച്ചിട്ടുണ്ടോ മുന്നേ? എന്താ ബ്ലൈൻഡ് ടെസ്റ്റ്? എന്താ അപ്പൊ നമ്മൾ കണ്ണിങ്ങനെ കെട്ടും. മിമ്മൂസിന്റെ കണ്ണ് കെട്ടും. എന്നിട്ട് കുറെ സാധനങ്ങൾ ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിങ്ങനെ ടച്ച് ചെയ്തിട്ട് എന്താ സാധനം പ്രെഡിക്റ്റ് ചെയ്യണം. ഓണത്തിന് കളിച്ചിട്ടില്ല. അല്ല, ഓണത്തിന് കളിക്കൂല, യൂട്യൂബിൽ അല്ലാതെ അങ്ങനെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മളിന്ന് ബ്ലൈൻഡ് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനും മിമ്മൂസും 2 പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹലോ ഹലോ ഹലോ. പ്രോപ്പർട്ടീസ് എവിടെ? എന്താ? ഓക്കെ. ഇത് ബ്രിഞ്ചാളാണോ? ഞാൻ പറഞ്ഞ ബ്രിഞ്ചാളാണോ? തുടങ്ങി. അതൊന്നും അറിയില്ല. ബ്രിഞ്ചോളോ? അല്ല, നിങ്ങൾ ഒരു സമയം തന്നിട്ട് എന്നാ അങ്ങനെ പറയാം. അല്ലാതെ ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ മറ്റാക്കും അത് ഗസ് ചെയ്യാൻ പറ്റും. ബ്രിഞ്ചാളാണോ? ആണോ? തൊക്കെ നോക്കാൻ പാടാ. കുഞ്ഞു ബ്രിഞ്ചോള്. നെക്സ്റ്റ്. ഇതെന്താ? ഇഞ്ചിയാണോ? മിമ്മൂസ്. ഇഞ്ചിയായേ. ഇത് തൊട്ടവ മനസ്സിലായി. അയ്യേ, ബലൂണ്. ബലൂണ്. ഇത് ക്യാരറ്റ്. ഇത് ശരിയാവൂല, ഇത് ശരിയാവൂല. കൈ സാധനം കിട്ടുന്നതിന് മുന്നേ പറയുള്ളൂ. ഞാൻ തൊട്ട്. അപ്പൊ പിന്നെ രസം ഉണ്ടാവില്ല. ഫുൾ പച്ചക്കറി വാങ്ങിയതാണോ നിങ്ങള്? സാമ്പാറാണോ? ഇത് മൊത്തം പച്ചക്കറി ഇല്ലു. എന്റെ ഫ്രണ്ട് ആയത് കുക്കുംബറേ? ഇത് കുക്കുംബറ ആണ്. കുക്കുംബർ എവിടെ? ഇതാ? ഇതെന്താ? മണി. ഇത് കറക്റ്റാ? മണിയല്ലേ? അല്ലേ? ആണ്. എവിടെ? ഇത് പൂവ് അല്ല, മറ്റേ പാത്രം കഴിക്കണ സാധനം. അതന്നായിരിക്കും. ആണ്. കണ്ണാർന്ന് നോക്ക്. ഇത് മറ്റേ വടിയാ? അയ്യേ, സ്ട്രോ. സ്ട്രോയാ. നമ്മുടെ ബ്ലൈൻഡ് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരാ വിന്നർ? മിമ്മൂസാണോ? മിമ്മൂസാണ്. വീണ്ടും എന്നെ തോപ്പിച്ചിരിക്കാണ്. കണ്ണൊന്നും കാണുന്നില്ല ഗൈസ്. കണ്ണിലൊക്കെ ഒരു മായജാലം. അപ്പം നമ്മൾ ഇവിടെ ഒരു മത്സരമായിട്ട് പിന്നെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പായസം കൂടി മത്സരമാണ്. ഓണം പായസം ഇല്ലാതെ എന്തോ ഓണാണ് അല്ലേ? അപ്പൊ മിമ്മൂസിന് പായസം ഇഷ്ടമാണോ? ഇഷ്ടം. എന്ത് പായസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് പാലട ഇഷ്ടം. ഇതേതാ പായസം? പാലട പായസം ഇഷ്ടമാണ്. അപ്പൊ ഈ പായസം എന്താ അറിയില്ല. ഓക്കെ. അപ്പം നമ്മളെ ഗെയിം എങ്ങനെയാന്ന് വെച്ചാൽ, ഓക്കെ, അപ്പം നമുക്ക് 30 seconds ഉണ്ടാവും. അതിൽ ആരാണ് ഫസ്റ്റ് പായസം കുടിച്ച് തീർക്കണേ ആളായിരിക്കും വിന്നർ. 2, 3 സ്റ്റാർട്ട്.
അല്ലേനുണ്ട്. ടൈം കഴിഞ്ഞ് പായസം കഴിഞ്ഞ്. അയ്യോ മജിക്ക് പായസം ഇല്ല. എനിക്കിഷ്ടം. നല്ല സൂപ്പർ പായസം അല്ലേ? അതിവിടെ പ്രസക്തിയില്ല. അതൊക്കെ ഉണ്ട്. അങ്ങനെ വാശിയേറിയ പായസക്കുടി മത്സരത്തിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു പഴം തീറ്റി മത്സരം. അപ്പം നമുക്കിവിടെ പഴമുണ്ട്. ഇത് എങ്ങനെ ഗെയിം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു കൈ ബാക്കിൽ ഇങ്ങനെ കിട്ടും. ബാക്കിൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഒരു കൈ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കഴിച്ചിട്ട് തൊലി ഇവിടെ വെക്കാം. ഫസ്റ്റ് അപ്പോൾ ആരാ കഴിച്ച് തീർക്കണേ, 2 മിനിറ്റിൽ ആരാ കഴിച്ച് തീർക്കണേ അവരായിരിക്കും വിന്നർ. ഓക്കെ? ഞാൻ രണ്ടാമത്തെ പദം ചോദിച്ചു. ഓ ഇത് നമുക്ക് ഇത്ര കഴിവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. മെല്ലെ മെല്ലെ. ആൻഡ് ഇനി ഫൈനലായിട്ട് നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ ഓണ സെലിബ്രേഷൻ എല്ലാവരുടെയും മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റാണ് സുന്ദരിക്ക് പൊട്ടുവിടൽ. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഇനി നെക്സ്റ്റ് ഗെയിം. അപ്പം ഓക്കെ, നമ്മുടെ സുന്ദരി ആരാന്ന് കാണണ്ടേ? നമ്മുടെ സുന്ദരിയാണിത്. ഇത് ആരാണ്? മുസ്ലിം ഗസ് ഉണ്ടോ? ചവിട്ടുക. അത് കണ്ടതല്ലേ നേരത്തെ. അപ്പൊ നമ്മുടെ സുന്ദരി ഇതാണ് കേട്ടോ നമ്മുടെ സുന്ദരി. ഈ സുന്ദരിക്കാണ് നമ്മൾ പൊട്ടു തൊട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഗെയിം കളിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ ആരാ കളിക്കണം ആദ്യം? മിമൂസാണ് നമ്മൾ ആദ്യം ഗെയിം കളിക്കാൻ പോണേ. അപ്പം നേടണോ? തിരിഞ്ഞുപോയി. വിട് വിട് വിട്. കാണണ്ടോ? ഇല്ല. ഇതെത്ര? 5. എന്തിനാ കറക്കണ? പൊട്ട് പൊട്ട്. ദൈവമേ, സുന്ദരിക്ക് എവിടെ തൊടാ? ഇത് ഇങ്ങനെയാണ്. പോട്ടെ, ഇത് ഇങ്ങോട്ട് പോവുള്ളൂ. ഇവിടെ കമ്പിയൊന്നും ഇല്ലല്ലോ. കിട്ടി. കറക്റ്റല്ലേ? എന്താ വെറും സത്യം പറഞ്ഞോ? കണ്ടു തന്നില്ലേ? ഇല്ല. അയ്യോ, ഇവിടെ കറക്റ്റ് തൊട്ടേക്കണ്. ഇച്ചിരി ഒന്ന് താഴോട്ടായി പോയി. എന്നാലും ഞാനും തൊടും. കാണിച്ചാലോ എങ്ങനെയാന്നാലും ഹൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? വേണ്ട, ഇതെടുത്ത് മാറ്റാം. കാരണം ഇത് വെച്ചിട്ടുള്ള ചേച്ചി ഈ കൈ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമ്മളിതെടുക്കും. ഇതെത്രയാ? ഇവിടെ കാണാം, നിലം കാണാൻ പറ്റും. ഞാൻ കറക്കണ്ടേ? അയ്യോ അയ്യോ അയ്യോ, ഇതെന്താണ്? റൈഡ് കയറുന്ന മതി. ഇല്ല മതി. പോയിക്കോ. ചേച്ചി ലൈറ്റിന്റെ നേരെ നിക്കണം. സുന്ദരി ബോർഡ് എവിടെയാ? അയ്യോ എനിക്ക് തല തൂക്ക. സുന്ദരി അപ്പുറത്താണ്. എങ്ങോട്ടാ? ഇങ്ങോട്ടല്ല, കുറച്ചുകൂടി പോപ്പ കിട്ടും. ഇല്ല അതല്ല, ഇവിടെയാ. അല്ല ഇവിടെയാ. ഇടക്ക് മാറ്റണം. ഇവിടെ എവിടെയാ? ഇവിടെയാണ്. ഇവിടെയാ. ശരി ശരി, എന്നാ ഓക്കെ.
ഈ സൈഡിലാണ്. ഇപ്പുറത്ത് നോക്ക്, ഇവിടെ ഇനി ഞാൻ ഇനി എന്ത് ചെയ്യും? ദാണ്ട് ഇവിടെ നോക്കിയിട്ട് ഇതാണ് സുന്ദരി, ഇവിടെയാണ്. കുറച്ച് അടുത്തിട്ട് പോകും. അല്ല അല്ല, നിക്ക്, ഞാൻ കാണിച്ചു തരുതാണ്ട സുന്ദരി. ഇതൊന്നല്ല, ഇത് വെറൈറ്റി മീഡിയന്റെ ബോർഡല്ലേ. ആ അപ്പൊ അതന്നെയാ. അയ്യോ ഒട്ടിക്ക് ചേച്ചി. ചേച്ചി കൈ കുറച്ചുകൂടെ റൈറ്റിലോട്ട് ഓട്ടെ. ആ അവിടെ കറക്റ്റ് കറക്റ്റ്. പെട്ടെന്ന് ഓടിയത് എത്ര നേരാ? കഴിഞ്ഞു. കറക്റ്റാ. പക്ഷെ ഇത് ചരിഞ്ഞു ചരിഞ്ഞു ഇല്ല, ഇത് correct ആ. നോക്ക് നോക്ക്, ചരിഞ്ഞു ഇവിടെ. ഇല്ല, അത് കരുതാ പെർഫെക്റ്റ് ആണ്. നോക്ക്. അല്ല ചേച്ചി, ഇത് കള്ളക്കടി. ഇത് ഞാൻ സമ്മതിക്കില്ല. ഇത് പശ നോക്കി കൈ വെച്ചിട്ട് ചെയ്ത പശ തട്ടി ഇല്ല അത് പശ അത് പറ്റിയില്ല. അത് പശ ഉണ്ടായിരുന്നു കള്ളക്കളി. പക്ഷെ എന്നാലും ഞാൻ അളവ് നോക്കിയിട്ടാണ് നിന്നെ. അങ്ങനെ നമ്മൾ രണ്ടാളും സുന്ദരിക്ക് പൊട്ടുതൊടൽ ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും തൊട്ട്. പക്ഷേ ശരിക്കും വിമ്മൂസാണ് വിന്നർ. കാരണം വിമ്മൂസ് പൊട്ട് തൊട്ടിട്ട് ആ പൊട്ടിന്റെ പശ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് തൊടാൻ പെട്ടെന്ന് ഈസി ആയിരുന്നു. എന്നാലും കുറച്ച് കഴിവൊക്കെ എനിക്കുണ്ടല്ലേ. കഴിച്ചൊന്നുമില്ല. എന്റേത് ആ പശ വെച്ചിട്ടാണ് ഇവിടെ പശ ഉണ്ട്. അത് പക്ഷെ ഞാൻ തൊട്ടത് നോക്ക്, കറക്റ്റ് ഇവിടെ പുരികത്തിന്റെ നടുവ്. ചേച്ചി തണ്ട ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ആയിരുന്നു ചേച്ചി ഫസ്റ്റ് അളവ് എടുത്ത. എന്നിട്ട് ഇവിടെ വെച്ച്, ഞാൻ വെച്ചത് ഇവിടെ വെച്ച എന്റെ പശ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ചേച്ചി ഇവിടെ വെച്ചത്. പശ ഉണ്ടായിരുന്നു. വേറെ ഫോട്ടോ നമ്മൾ ഇല്ലാത്തോണ്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മിമ്മൂസിനെ വിന്നറാക്കിട്ട് പ്രഖ്യാപിക്കാണ് ഗൈസ്. അപ്പം ഇന്ന് ഫുള്ള് ഗെയിംസും ഫണ്ണും സെലിബ്രേഷൻസും നമ്മുടെ കുറേ മത്സരവും സുന്ദരിക്ക് പൊട്ട് തൊടലും പായസം കൂടിയും പഴന്തിറ്റി മത്സരവും ഇതൊക്കെ കൂടി നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. ഓക്കെ, അപ്പം ഇത് ഓണത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ? ഓണത്തിന് എന്തെങ്കിലും വേറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ഇന്റർവ്യൂ വന്നതിന് പിന്നെയും താങ്ക്സ്. ക്രിസ്മസിന് വന്നു, ഓണത്തിന് വന്നു. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഇതേപോലെ നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ കമ്മിങ്. ഹാപ്പി ഓണം. ബൈ. ഹാപ്പി ഓണം. ബൈ.